മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടുകൾ തുടരുന്നു. ജോലി ചെയ്യാത്ത തൊഴിലാളികളുടെ പേരിൽ പണം പിരിച്ച് തിരുവനന്തപുരം കുളത്തൂർ പഞ്ചായത്ത്. തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലെത്തിയ പണം തിരികെ നൽകാൻ ആവശ്യപ്പെടുന്ന തൊഴിലുറപ്പ് മേറ്റിന്റെ ശബ്ദ സന്ദേശം 24 ലഭിച്ചു. 24 ബ്രേക്കിംഗ്. ജോലി ചെയ്യാത്ത തൊഴിലാളികൾ ജോലി ചെയ്തെന്ന് കാണിച്ചുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് ഏറെയും. പഞ്ചായത്ത് അധികൃതരുടെ അറിവോടെ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് പദ്ധതി അട്ടിമറിക്കുന്നത്. തിരുവനന്തപുരം പെരിങ്കിടവിള പഞ്ചായത്തിലെ ഇതേ ക്രമക്കേട് 2 ആഴ്ച മുമ്പ് 24 പുറത്തുവിട്ടിരുന്നു. സാധാരണ ആളുകൾക്ക് വേണ്ടി ഒരു ധാരണയുണ്ടായി. ആ ധാരണയിൽ നമ്മൾ 9 മണി മുതൽ 4 മണി വരെ നിങ്ങൾ ആരെങ്കിലും വന്ന് പുറത്തു നിന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം. നമ്മൾ 9 മണി മുതൽ 5 മണി വരെയാണെന്ന് പറയണം. ഇങ്ങനെ തന്നെ പഠിപ്പിച്ചത്. ഇതിനകത്ത് അങ്ങനെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. എന്നാൽ അഴിമതി പകർച്ചവ്യാധി പോലെ പടരുകയാണ്. കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന റോഡ് പണിയുടെ മസ്റ്റർ റോളിൽ ഒപ്പിട്ടവരുടെ അക്കൗണ്ടുകളിൽ പണം വന്നിട്ടുണ്ടെന്നും അത് വേഗം എടുത്തു നൽകണമെന്നും തൊഴിലാളികളോട് പറയുന്ന ശബ്ദ സന്ദേശം 24 ലഭിച്ചു. നമ്മള് നടപ്പാതേരെ 8 ദിവസത്തെ ഫോട്ടോ എടുത്ത പൈസ ഇന്ന് ജോയ് സാർ വിളിച്ചിരുന്ന് നിർബന്ധമായി എടുത്തു കൊടുക്കണം. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് പഞ്ചായത്തിൽ പൈസ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പൈസ എടുത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. തരുമെന്നുള്ളവർ എൻ്റെ വിളിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ ഈ കിട്ടിയവരുടെ പൈസയും തരാത്തവരുടെ ലിസ്റ്റും കൊണ്ട് പഞ്ചായത്തിൽ പോകും. കോൺട്രാക്ടർമാർ മെറ്റീരിയൽസ് ഇറക്കി യന്ത്രസാമഗ്രികൾ എത്തിച്ച് അവരുടെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കും. എന്നാൽ തൊഴിലുറപ്പ് നിയമപ്രകാരം കോൺട്രാക്ടർമാർക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ മാത്രമേ അനുമതിയുള്ളൂ. അതിനാൽ പഞ്ചായത്തിൽ ജോബ് കാർഡുള്ള തൊഴിലാളികൾ പണി ചെയ്യാതെ മസ്റ്റർ റോളിൽ ഒപ്പ് മാത്രം രേഖപ്പെടുത്തും. ഈ ഹാജറിന്റെ അടിസ്ഥാനത്തിൽ പണം തൊഴിലാളികളുടെ അക്കൗണ്ടിൽ വരും. ഈ തുക തൊഴിലാളികളിൽ നിന്നും മേറ്റിനെ ഉപയോഗിച്ച് കളക്ട് ചെയ്ത പഞ്ചായത്തിലെ തൊഴിലുറപ്പിലെ കരാർ ജീവനക്കാരനായ അക്രഡിറ്റഡ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർക്ക് കൈമാറും. ഇവർ കമ്മീഷൻ വാങ്ങിയ ശേഷം കോൺട്രാക്ടർക്ക് നൽകും. ഇതാണ് അഴിമതിയുടെ നാൾ വഴി. തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല. ഇതാ കൂടുതൽ ക്രമക്കേടുകൾക്കുള്ള പ്രോത്സാഹനമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.